പക്ഷെ ആ കൊച്ച് ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇത്. അതിനുള്ള പക്വതയായില്ല. ഈ പെങ്കൊച്ചിൻ്റെ കൂടെ ജീവിക്കാനുള്ള പക്വത ഈ പയ്യനായില്ല. ആ പയ്യൻ സാധനം അവിടെ കൊണ്ട് വെച്ചോടനെ തന്നെ അവനെ അടിക്കുകയാണ് ചെയ്തത്. അവൻ്റെ മുറിവെന്ന് പറയുന്ന ഈ പെടലിയിൽ ഈ തലേര ബാക്ക് സൈഡ് ഇവിടുന്ന് ഇവിടം വരെ കയറിയിട്ടുണ്ട്. ഇത് ലഹരി ഇല്ലാതെ അത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം പിടിച്ചപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിരുന്നു, കാര്യം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പയ്യനെ പിന്നെ കാണണമെന്ന് തോന്നിയില്ല. വലിയാപ്പായെയും വലിയമ്മയെയും കൊന്ന്, വലിയാപ്പായെ കൊന്ന് വലിയമ്മ കണ്ടു, ഉടനെ വലിയമ്മയെ അടിച്ച് സിറ്റിയിലിരുത്തി. അതിൽ മദ്യവും ഉപയോഗിച്ചിട്ടില്ല, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കോഴിയിറച്ചിയുടെ ഇതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ വളർന്നിരിക്കുന്നത്. അവരിവിടെ കിടന്ന് ഈ നമ്മളെ മുറ്റത്ത് കിടന്ന് ഓടി വളർന്നൊരു പയ്യനാണ്. ഒരുപക്ഷെ അവൻ ആത്മാർത്ഥമായി പ്രേമിച്ചത് കൊണ്ട് ആ പെങ്കൊച്ചിനെ ഇനി ആരെങ്കിലും കൊണ്ടുവെക്കളയുമെന്ന് വിചാരിച്ച് കൊന്നിരിക്കാം. മെമ്പറാണല്ലോ, വാർഡ് മെമ്പറാണല്ലോ. അതെ അതെ. അപ്പോൾ ഈ അഫാനെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിരുന്നു. പോകാൻ പറ്റിയിരുന്നോ? കണ്ടിരുന്നു? ഞാനവിടെ പോയിരുന്നു, പക്ഷേ ഞാൻ അതിനിടയ്ക്ക് തള്ളി കയറാൻ ശ്രമിച്ചില്ല. കാരണം അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ്. കാര്യം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പയ്യനെ പിന്നെ കാണണമെന്ന് തോന്നിയില്ല. മനസ്സുകൊണ്ട് മാത്രമല്ല, അത് പോലീസുകാർ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കൊടുക്കുന്നേക്കാൾ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പയ്യനെ കൊണ്ടുപോയത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇത് കിടന്ന് തള്ളണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാത്തതാണ്. ഇപ്പോൾ 2-3 ചാനലുകാർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണെന്ന് പറഞ്ഞു. കാര്യം അവിടെ പ്രതികരിക്കാൻ ആരും ഇല്ലായിരുന്നു. കാരണം ഇതെല്ലാം ബന്ധുക്കാരെയാണ് കൊന്നിരിക്കുന്നത്. ഇത് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ പെങ്കൊച്ചത്തിരി, വേറെ ഒന്നും ഉള്ളത്. അപ്പം അത് വെഞ്ഞാറുമുട്ടിലൊക്കെ കൊണ്ട് ചെല്ലണമെങ്കിൽ മാത്രമേ അത് പ്രതികരിക്കാൻ അവിടെ ആൾ കാണുള്ളൂ. ഇവിടെ ഇപ്പം അടിച്ച് കൊന്നെന്ന് പറയുന്നത് അവൻ്റെ ഇളയ സഹോദരനും ഉമ്മയുടെ കഴുത്തിൽ ആദ്യം ഷാളിട്ട് ഞെക്കി കൊന്നിട്ട് ചാവാത്തോണ്ട് പിന്നെ ചിറ്റലിന് അടിച്ചെടുത്ത് തള്ളിയിട്ടിട്ട് പോയി കതവ് പൂട്ടിയിട്ടാണ് അവൻ പോകണം. ലാസ്റ്റിൽ പോയി മന്തി വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ട് മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ട് പണി. ആ പയ്യൻ സാധനം അവിടെ കൊണ്ട് വെച്ചോടനെ തന്നെ അവനെ അടിക്കുകയാണ് ചെയ്തത്. അവൻ്റെ മുറിവെന്ന് പറയുന്ന ഈ പെടലിയിൽ ഈ തലേര ബാക്ക് സൈഡ് ഇവിടുന്ന് ഇവിടം വരെ കയറിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ബ്ലഡ് എന്ന് പറയുന്നത് 2 ദിവസം ഫുള്ള് ബ്ലഡായിരുന്നു. ICUയിൽ വെച്ചിട്ട് പോലും ബ്ലഡ്. ഇൻക്വസ്റ്റിന് എടുത്തപ്പോഴും ബ്ലഡ്, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പോഴും ബ്ലഡ്, പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയതിന് ശേഷം ബ്ലഡാണ്. പിന്നെ നമ്മൾ കുളിപ്പിച്ച് തുടച്ച് പള്ളിയെ കൊണ്ടുപോയി കുളിപ്പിച്ച് തുടച്ചൊക്കെ എടുത്തതിന് ശേഷമാണ് ഇത്തിരി ബ്ലഡ് നിന്നത്. ഇങ്ങനെയൊക്കെ ഈ ഒരു ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു കടുത്ത ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നീട് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ലഹരിയിലൊന്നും അല്ല ചെയ്തതെന്നാണ്. അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റുന്നത്? ഇത് ലഹരി ഇല്ലാതെ അത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം പിടിച്ചപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിരുന്നു, ചാരായവും മയക്കുമരുന്ന് ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊന്നതെന്ന് പോലീസുകാർ തന്നെ പല പത്രത്തിലും TV-യിലും ചാനലിലും പറഞ്ഞിരുന്നു. പിന്നെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞു അവർ മയക്കുമരുന്നേ ഉപയോഗിച്ചിട്ടില്ല, മദ്യം മാത്രമേ കുടിച്ചിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ CCTV ക്യാമറയിൽ കാണിച്ചിട്ടുണ്ട്, മദ്യം വാങ്ങിക്കാൻ പോണതും പറഞ്ഞതൊക്കെ CCTV ക്യാമറയിൽ കാണിച്ചിരുന്നു. പിന്നെ അടുത്ത റിപ്പോർട്ട് വന്ന ഒരു 3 ദിവസം മുമ്പ് ഞാൻ മനോരമ പത്രം എടുത്ത് വായിച്ച് നോക്കി, മനോരമയിലാണ് കണ്ടത്. അതിൽ മദ്യവും ഉപയോഗിച്ചിട്ടില്ല, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മറിച്ചിലാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാണ്. അതായത് ലഹരിയുടെ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഗവൺമെൻറ്റിന് ഒരു തലവേദനയാവും. ലഹരി എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ലഹരിയിലേക്ക് പോയി ഇതേപോലെ കൊലപാതകങ്ങൾ കൂടുതൽ നടക്കുന്നുള്ളതുകൊണ്ട് എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മാറ്റി എഴുതിയതാണെന്നേ ഞാൻ പറയുള്ളൂ. ഇല്ല, സാധാരണ സ്വയബോധത്തിൽ ഒരു മനുഷ്യനും ഒരാളെ കൊല്ലാനേ പറ്റുള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും അതിര് തർക്കത്തിനോ മറ്റെന്തെങ്കിലും പെണ്ണ് കേസിലോ പൈസയുടെ കേസിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിയിട്ടാൽ അത് ഒരാളെ കുത്തിയിട്ടഴിച്ച് ഓടുകയോ ചിലപ്പം ഒരാളെ കൊല്ലുകയോ മാത്രമേ ചെയ്യുള്ളൂ. ഇത്രയും കിലോമീറ്ററോളം പാങ്ങോട്ട് പോയി കൊന്നിട്ട് തിരിച്ചുകൂടെ വന്ന് സ്വന്തം വലിയാപ്പായെയും വലിയമ്മയെയും വലിയാപ്പായെ കൊന്ന് വലിയമ്മ കണ്ടു, ഉടനെ വലിയമ്മയെ അടിച്ച് സിറ്റിയിലിരുത്തി കൊന്നിട്ട് തിരിച്ചുകൂടെ വന്നിട്ട് ഉമ്മായെ അടിച്ച് കൊന്ന് കതവ് പൂട്ടിയിട്ട് പോയി. മൃഗീയമ്മ ചുറ്റിയലുണ്ട് അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചിറ്റിയലാണ്. ഇങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ ആദ്യത്തെ അടി ഇവിടെയാണ് അടിച്ചിക്കണ, ഇങ്ങനെ മോന്തയിൽ പല്ലും വായും എല്ലാം കൂടെ ഇങ്ങനെ കീറിയിരിപ്പുണ്ട്. പിന്നെ ഒന്ന് കഴുത്തിൻ്റെ അവിടെ അങ്ങ് താന്നിട്ടുണ്ട്. പിന്നെ ഈ നെറ്റിയുടെ അവിടെ ഒരു 3-4 അടി, അടിയെന്ന് പറഞ്ഞാൽ ഒരടിയല്ല, ഒരടിയിൽ തന്നെ 3-4 അടി ചേർത്ത് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നെറ്റി ഭാഗമൊക്കെ പൊളന്ന് മാറിയിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ മുഖം ഏറ്റവും കൂടുതൽ വികൃതമായ പെങ്കൊച്ചിൻ്റെ മുഖമാണ്. പക്ഷേ ആ കൊച്ച്
ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇത്. അതിനുള്ള പക്വതയായില്ല. ഈ പെങ്കൊച്ചിൻ്റെ കൂടെ ജീവിക്കാനുള്ള പക്വത ഈ പയ്യനായില്ല. ഇപ്പോഴത്തെ കോഴിയിറച്ചിയുടെ ഇതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ വളർന്നിരിക്കണം. അവരിവിടെ കിടന്ന് ഈ നമ്മളെ മുറ്റത്ത് കിടന്ന് ഓടി വളർന്നൊരു പയ്യനാണ്. ഈ അടുത്ത കാലത്ത് ഇവർക്ക് ഈ ഗൾഫിൽ നിന്ന് ആക്സിഡൻറ്റിൽ കിട്ടിയ അതാണ് ചോദിക്കാനായിട്ട് വന്നത്. ഈ ഇവര് തൊട്ടടുത്തായിരുന്നല്ലോ വർഷങ്ങളായിട്ട് നമ്മളെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. വ്യക്തമായിട്ട് അറിയാം, നമുക്ക് അറിയാമായിരുന്നു. അല്ല അത് ഈ അന്നൊന്നും ഈ പിള്ളേർ നല്ല പിള്ളേരായിരുന്നു. പിള്ളേരൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ അറിവിൽ അവൻ വീഡിയോ വലിക്കണമെന്ന് കണ്ടിട്ടില്ല, വെള്ളം അടിക്കണമെന്ന് കണ്ടിട്ടില്ല. ഇവിടെ പേരുവല ഈ ജംഗ്ഷനുമായിട്ട് വലിയ ബന്ധമില്ല. ഞാൻ കാലത്തും വൈകിട്ടും ഈ വാർഡും പഞ്ചായത്ത് മൊത്തത്തിൽ ഒരുവിധം കറങ്ങുന്നവരാണ്. ഇപ്പോഴും ഒരു മരിപ്പിന് പോയിട്ട് ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് കഴിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പയ്യൻ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പം അവൻ സാധാരണ സൽസ്വഭാവമായിട്ട് ചെയ്യാൻ ഒരു ബാധ്യതയും കാണുന്നില്ല. പൈസ കടമുണ്ടെങ്കിലും ഈ പെങ്കൊച്ചിനെ കൂടെ കൊല്ലേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അവൻ ആത്മാർത്ഥമായി പ്രേമിച്ചത് കൊണ്ട് ആ പെങ്കൊച്ചിനെ ഇനി ആരെങ്കിലും കൊണ്ടുവെക്കളയുമെന്ന് വിചാരിച്ച് കൊന്നിരിക്കാം. എന്നാലും അത് കൊല്ലേണ്ടതില്ല. അവൻ സ്വയബോധത്തിലാണെങ്കിൽ ഈ 5 പേരെയും വന്ന് ഓരോരുത്തരും ഇങ്ങനെ കൊന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം എപ്പോഴും നോക്കിയാൽ ഈ ബുള്ളറ്റിൻ്റെ പിറകെ ഈ അനിയൻ ചെറുക്കം കാണും. അതേപോലെ ഇവൻ്റെ ഈ അഫ്വാൻ എന്ന് പറയുന്നവൻ്റെ മാമ എന്ന് പറഞ്ഞാൽ ഷമീർ അവരാണ് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. ഈ ഷമീറിന് 2 പെങ്കൊച്ചുകളുണ്ട്. അതിനെയും ബൈക്കിലെടുത്തിരുത്തി കൊണ്ട് പോകുമായിരുന്നു എപ്പോഴും. പക്ഷേ ഞാനിത് ഒരു പെങ്കൊച്ച് മരിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ കൊച്ചായിരിക്കുമെന്ന്. പിന്നീടാണ് അറിയുന്നത് ഈ കൊച്ച് വേറെയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ ഇപ്പം മരിച്ചത് അരിപ്പുറത്ത് മരിച്ചതെന്ന് പറയണത് ഈ റഹീം എന്ന് പറയുന്ന ഇവൻ്റെ വാപ്പായാണ്. വാപ്പാടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് മരിച്ചത്. അതും നമ്മളെ ബന്ധുക്കാരാണ് പറഞ്ഞു വരുമ്പോൾ ഈ മരിച്ച